ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ സപ്പോർട്ട് ബീമിനകത്ത് 2 പോയിന്റ് ലോഡ് 5 കിലോ നോട്ടിനും 8 കിലോ നോട്ടിനും. അപ്പോൾ നമ്മളതിൻ്റെ അനാലിസിസ് തുടങ്ങുമ്പോഴത്തേക്ക് ഈ സപ്പോർട്ടും കാര്യങ്ങളും ചിലപ്പോൾ വരയ്ക്കണമെന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ, നമ്മളിങ്ങനെ വരയ്ക്കും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബീം ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ 2 കാര്യം നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യന് തന്ന അതേ ഫിഗർ ഇവിടെ വരയ്ക്കണം ഉറപ്പായിട്ടും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത്രയും അതേ കാര്യം ക്വസ്റ്റ്യനിലെ കാര്യം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാം. അതിന് ശേഷം ചെയ്യേണ്ടത് ബീം വരച്ചിട്ട് ഇവിടുത്തെ സപ്പോർട്ടുകൾ പടം മാറ്റി പകരം സപ്പോർട്ട് റിയാക്ഷൻസ് വരയ്ക്കാം. നമുക്കറിയാം സിംപ്ലി സപ്പോർട്ട് ബീം ആണെങ്കിൽ ഇവിടെയും എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും റിയാക്ഷൻസ് ഉണ്ടാവും. വേറെ മൊമെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല, റിയാക്ഷൻ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതേപോലെ വരച്ച് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. 5 കിലോ ന്യൂട്ടൺ, ദിസ് ഈസ് 8 കിലോ ന്യൂട്ടൺ. അപ്പോൾ വേണം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വിളിക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഫ്രണ്ടോട്ട് പോകാൻ പോകണം. അപ്പോൾ ഇത് 2 മീറ്റർ എന്ന് അടയാളപ്പെടുത്താം. രണ്ടാമത്തെ ലോഡ് 4 മീറ്ററാണ്. ലാസ്റ്റ് റിയാക്ഷൻ എൻഡിൽ നിന്ന് വരാൻ പോകുന്നത് 6 മീറ്ററാണ്. സ്പാൻ ലെങ്ത് 6 മീറ്ററാണ്. ഇത്രയും നിങ്ങൾ വരയ്ക്കണം ഉറപ്പായിട്ടും. അതിനൊക്കെ നിങ്ങൾക്ക് ഇംപ്രഷൻ കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ആൻസർ ഇങ്ങനെ. ഓക്കെ, ശരി. ഇനി അടുത്ത കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഈ എഴുതുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്ലൈ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പറയുന്ന ഒന്നാമത്തെ കാര്യം ഫോഴ്സുകളുടെ സമ്മ് 0 ആയിരിക്കണം. സിഗ്മ ഓഫ് ഫോഴ്സ് ഷുഡ് ബി 0. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിവിടെ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ എഴുതാം. സിഗ്മ, ഇങ്ങനെ എഴുതുന്നതിന് സിഗ്മ എന്നാണ് പറയണോ. സിഗ്മ എഫ് വെർട്ടിക്കൽ ഷുഡ് ബി 0. വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സുകൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ഇടണം. ഓക്കെ, ഇവിടെ ഏതൊക്കെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്? വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നെന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ മോഡിലോട്ടല്ലേ അത് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. പിന്നെ 5 കിലോ ന്യൂട്ടൺ എക്സ്റ്റേണലായിട്ട്, 8 കിലോ ന്യൂട്ടൺ എക്സ്റ്റേണലായിട്ട്, പിന്നെ റിയാക്ഷൻ വീണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതാം RA പ്ലസ് RB, 2 ഫോഴ്സായി. സിഗ്മ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സും ആഡ് ചെയ്യാം. അപ്പോൾ RA ആഡ് ചെയ്തു, RB ആഡ് ചെയ്തു, പിന്നെ 2 ഫോഴ്സ് താഴോട്ടുണ്ട്. അതിന് നമുക്ക് -5 കിലോ ന്യൂട്ടൺ, -8 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിടണം? 0. അങ്ങനെയാണെങ്കിൽ RA പ്ലസ് RB, ഈ 5ഉം 8ഉം കൂട്ടിയാൽ 13 വരും. അപ്പം -13 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താ +13 കിലോ ന്യൂട്ടൺ ആവും. അപ്പോൾ ഇതൊരു ഇക്വേഷനായിട്ട് മാറി. ഓക്കെ, ഇനി മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റ് ഷുഡ് ബി 0. ഏതെങ്കിലും ഒരു പോയിന്റ് എബോട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുന്നത് 0 ആക്കും. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു സപ്പോർട്ടിന് എബോട്ട് മൊമെൻറ്റ് എടുക്കാം. കാരണം ആ സപ്പോർട്ടിലൂടെ അൺനോൺ റിയാക്ഷൻ കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് കടന്നു പോകുന്നതുകൊണ്ട് ആ പോയിന്റിൽ കൂടെ തന്നെ പോകുന്നതുകൊണ്ട് അയാൾക്ക് ഡിസ്റ്റൻസ് ഇല്ല അല്ലെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് 0 ആയിരിക്കും വാല്യൂ. മൊമെൻറ്റ് എടുക്കുമ്പോൾ RA എന്ന് പറയുന്ന റിയാക്ഷൻ്റെ മൊമെൻറ്റ് വാല്യൂ 0 വരും. കാര്യം ഡിസ്റ്റൻസ് 0 അല്ലേ. മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓർമ്മയുണ്ടായിരിക്കണം, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് കേട്ടോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഷോർട്ട് വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും 3 മാർക്കുണ്ടാവും. പോട്ടെ, ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ RA 0. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 5 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് കാരണം ഈ ബീമിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ. ആണ്. അപ്പോൾ ഈ AK എബോട്ട് നമ്മൾ പോയിന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 5 കിലോ ന്യൂട്ടൺ തന്നെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം 5 × 2 എടുക്കാം അല്ലേ. 2 ആണ് നമ്മുടെ ഡിസ്റ്റൻസ്, 5 ഫോഴ്സ് ഉണ്ട്. സോ 5 × 2 ആയിരിക്കും അയാളുടെ മൊമെൻറ്റ്. ഇനി അടുത്തത് 8 ഉണ്ട്. 8 കിലോ ന്യൂട്ടൺ എന്താ ചെയ്യുക? ഇതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിസ്റ്റൻസ് 4 മീറ്റർ ഉണ്ട്, ഫോഴ്സ് 8 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? +8 കിലോ ന്യൂട്ടൺ × 4. ഇനി RB എന്ന് പറയുന്ന ഫോഴ്സ് മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീമിനെ ഇങ്ങനെ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ആ സെൻസ് ഓഫ് റൊട്ടേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ കൊടുത്തേ പറ്റൂ. അപ്പോൾ 5 കിലോ ന്യൂട്ടനും 8 കിലോ ന്യൂട്ടനും ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ RB എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നതിന് ആൻറ്റി ക്ലോക്ക് വൈസ്. അതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കും. -RB × ദാറ്റ് ഡിസ്റ്റൻസ്. RB എന്ന് പറയുന്ന A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്? 6 മീറ്റർ, 6 മീറ്റർ ദൂരെയാണ്. സോ 6. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഇടണം? 0. സോ ദിസ് എ കാൽക്കുലേഷൻ. അപ്പോൾ ആദ്യത്തെ ആളങ്ങ് പോയി കിട്ടി. 5 × 10 കിട്ടും, 8 × 32 -RB എന്നുള്ള അപ്പുറം പോയി കഴിഞ്ഞാൽ RB × 6 കിട്ടും അല്ലേ. 6 RB എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 42 ഉണ്ട്. 42 / 6 = RB കിട്ടും. അപ്പോൾ RBയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടിയില്ലേ. സോ 7 കിലോ ന്യൂട്ടൺ കിട്ടും. ക്ലിയർ? അപ്പോൾ RB എന്ന് പറയുന്നത് 7 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ RBക്ക് വാല്യൂ കൊടുത്താൽ RA കിട്ടും അല്ലേ. സോ RA + RBക്ക് പകരം 7 കൊടുക്കുക. സോ =13. അപ്പോൾ RA = 13 - 7 വരും. സോ സ്വാഭാവികമായിട്ടും ആൻസർ എത്ര വരും? 6 കിലോ ന്യൂട്ടൺ. ക്ലിയർ? അപ്പോൾ ഇത്ര ആൻസർ ഉള്ളൂ. അപ്പോൾ RAയും കിട്ടി, RBയും കിട്ടി. ഇത് വളരെ സിമ്പിളാണ്. 3 മാർക്കിന് അല്ലെ ചിലപ്പോൾ 7 മാർക്കിന് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും പഠിക്കാൻ വേണ്ടി തന്ന എക്സാമ്പിളാണ്, ചെയ്ത് നോക്കുക.